ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഭൂമിയാണെങ്കിൽ അച്ഛൻ എഴുതിയ ആ ലെറ്ററും കൊണ്ട് അജയുടെ അടുക്കിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ അജയ് ഹോസ്പിറ്റലിൽ പോയിരിക്കുകയായിരിക്കും കേട്ടോ. അതേ സമയത്ത് ഇത് അച്ഛൻ്റെ മരണത്തോടനുബന്ധിച്ച ഒരു തെളിവാണ്, ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു തെളിവാണ്, അത് അജയ് സാറിന് കൊടുക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ രാത്രിയിൽ വന്നതെന്നൊക്കെ പറയുമ്പോൾ ഭവാനി ഒന്ന് പേടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭവാനി ആ ലെറ്റർ മേടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഭൂമി അത് കൊടുത്തിട്ട് തിരിച്ച് മേടിക്കാൻ കേട്ടോ, ഞാൻ തന്നെ കൊടുത്തോളാം എന്ന് പറഞ്ഞ് തിരികെ പോവുകയാണേ. ഇതേ സമയത്ത് അജയ് ആണെങ്കിൽ രാത്രിയിൽ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്നതിന് ശേഷം അമ്മയോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട്, ഭൂമി രാത്രിയിൽ വന്നിരുന്നു, അപ്പോൾ നീ വരാൻ ലേറ്റ് ആകുമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് അവൾ തിരിച്ചു പോയി, എന്തോ ലെറ്റർ കയ്യിലുണ്ടായിരുന്നു, ഒരു തെളിവാണെന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ, ഓ അവൾ വന്നിരുന്നു, ഈ രാത്രി തന്നെ വന്നോ, എന്നാൽ ഞാൻ അവളെ ഒന്ന് പോയി കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അജയും പോകാൻ കേട്ടോ. ഇത് കേൾക്കുന്ന ഭവാനി ആണെങ്കിൽ കമാലിനോട് പറയുന്നുണ്ട്, അവളുടെ കയ്യിൽ നിന്ന് ആ ലെറ്റർ വാങ്ങണം, അവളെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്നൊക്കെ പറയണം. അങ്ങനെ മനഃപൂർവ്വം ഒരു ആക്സിഡൻറ്റ് സൃഷ്ടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. കറക്റ്റ് ടൈമിലായിരിക്കും നമ്മുടെ അജയ് ആണെങ്കിൽ ഭൂമിയുടെ അടുക്കിലേക്ക് എത്തുന്നത്. അപ്പോൾ ഒരു ലോറി ഭൂമിയെ പാസ് ചെയ്തുകൊണ്ട് ഇടിക്കാൻ വേണ്ടി വരികയായിരിക്കും കേട്ടോ. പെട്ടെന്ന് ഭൂമിയാണെങ്കിൽ തൻ്റെ അച്ഛൻ്റെ ഓർമ്മകളിൽ മുഴുകി ഇങ്ങനെ സ്കൂട്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത് കൊണ്ട് തന്നെ പിന്നിൽ തന്നെ ഫോളോ ചെയ്ത് പറഞ്ഞ വണ്ടിയെ കാണുന്നില്ല. അങ്ങനെ അജയിനെ കാണുമ്പോൾ പെട്ടെന്ന് ആ ലോറി തിരിഞ്ഞങ്ങ് പോകുകയാണ് കേട്ടോ. പിന്നെ ഭൂമിയുടെ പിന്നാലെ തന്നെ പോകുകയാണ് അജയ്. അങ്ങനെ ഭൂമിയുടെ അടുക്കൽ ചെന്നിട്ട് അജയ് ആണെങ്കിൽ, എന്തിനാ താൻ വന്നത്, ഈ രാത്രിയിൽ എന്തിനാ വന്നത്, നാളെ രാവിലത്തേക്കിന് വന്നാൽ പോരായിരുന്നോ, ഇപ്പം ഇതും കൊണ്ട് വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ പറയുമ്പോൾ, ഇല്ല സർ, എനിക്കൊരു സമാധാനം ഇല്ല, ഇത് സാറിൻ്റെ കയ്യിൽ തരാതെ എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല, എൻ്റെ അമ്മേനെ രക്ഷിക്കാൻ എത്രയും പെട്ടെന്ന് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമല്ലേ, അത് ഒരു നിമിഷം മുൻപാകുന്നതല്ലേ സന്തോഷം, എനിക്ക് ആശ്വാസം, അതിന് വേണ്ടിയിട്ടാണ് സർ എന്ന് പറഞ്ഞിട്ട് ആ ലെറ്റർ കൊടുക്കാൻ കേട്ടോ. അത് വായിക്കുമ്പോൾ നമ്മുടെ അജയ്ക്കും മനസ്സിലാകുകയാണ്, ഭൂമി പറയുന്നതിലും കാര്യമുണ്ട്, അച്ഛൻ്റെ മരണത്തിൽ അംബികയ്ക്ക് പങ്കില്ല എന്നുള്ള ആ ഒരു ചെറിയ സംശയങ്ങളും ഒക്കെ തന്നെ നമ്മുടെ അജയ്ക്കും വരികയാണ് കേട്ടോ. അങ്ങനെ താൻ ഇനി വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ നോക്കിക്കോളാം, താൻ പോകില്ലേ, ഇല്ല ഞാൻ കൊണ്ടാക്കണമെന്ന് ചോദിക്കുമ്പോൾ വേണ്ടാന്ന് പറയാണ്. അങ്ങനെ പിന്നീട് അജയ് ആണെങ്കിൽ ആ ലെറ്ററൊക്കെ ആയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ കേട്ടോ, വീട്ടിലേക്ക് പോവുകയാണ്. പിറ്റേന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിലേക്കും പോവുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അജയ് ആണെങ്കിൽ ഫോറൻസിക് റിപ്പോർട്ടിൽ കുടിച്ചിട്ടുണ്ട് എന്നാണല്ലോ വന്നിരിക്കുന്നത്. പക്ഷേ അജയ് അതെല്ലാം അറിയാണ് കേട്ടോ. അതായത് ഫോറൻസിക് റിപ്പോർട്ട് വ്യാജമാണെന്നും അതുപോലെ തന്നെ അച്യുതൻ കുടിക്കാറില്ലെന്നും അതൊക്കെ കള്ളത്തരമാണെന്നും ഒക്കെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ അജയ്. പക്ഷേ എന്തൊക്കെ തന്നെ ആണെങ്കിലും എല്ലാ തെളിവുകളും അംബികയ്ക്ക് എതിരായതുകൊണ്ട് തന്നെ അജയ്ക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിയുന്നില്ല കേട്ടോ. ആ ഒരു ലെറ്റർ കൊണ്ടുവന്നിട്ട് ഭൂമി പറയുന്നുണ്ട്, ഇനി എൻ്റെ അമ്മേനെ ഇറക്കാൻ പറ്റില്ല സർ, ഇതൊരു വലിയ തെളിവല്ലേ, എൻ്റെ അച്ഛൻ മരിക്കുന്നതിന് മുൻപേ തന്നെ അറിഞ്ഞിരുന്നു, അച്ഛനെ ആരോ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്, അപായപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതും. അപ്പോൾ അച്ഛനത് നേരിട്ട് അച്ഛൻ്റെ കൈപ്പടൽ എഴുതിയത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ കേസിൽ വലിയൊരു ആധാരമല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അജയ് പറയുന്നുണ്ട്, ഇല്ല ഭൂമി, ഇത് കേസിൽ ഒരു സുപ്രധാന തെളിവ് ആയിട്ട് നമുക്ക് പരിഗണിക്കാൻ കഴിയില്ല, കാരണം ഫോറൻസിക് റിപ്പോർട്ടിലും കാര്യങ്ങളിലും എല്ലാം നമുക്കെതിരായിട്ടാണ് വന്നിരിക്കുന്നത്. അത് മാത്രമല്ല തൻ്റെ അമ്മയുടെ ഫിംഗർ പ്രിൻറ്റുകളാണ് അച്ഛൻ്റെ ശരീരത്തും ആ കത്തിയിലും ഒക്കെ ഉണ്ടായിരുന്നത്, അത് അമ്മയ്ക്കെതിരായിട്ടുള്ള വലിയൊരു തെളിവാണ്. അത് മാത്രമല്ല ഈ ഒരു ലെറ്റർ കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഇതിലും വലിയ തെളിവുകൾ വേണം, അപ്പോൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്, താൻ ഒന്ന് സമാധാനമായിട്ട് എന്നൊക്കെ പറയുമ്പോൾ ഭൂമി ദേഷ്യപ്പെടുകയാണേ. കാരണം ഇത്രയും വലിയൊരു തെളിവ് കൊണ്ടു തന്നിട്ടും സാർ ഇങ്ങനെ ഇതായിട്ട് പെരുമാറുന്നതെന്നൊക്കെ പറയുമ്പോൾ, ഞാൻ പെരുമാറുന്നില്ല, ഇതിനെക്കുറിച്ച് നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ഉണ്ട്, അത് പ്രകാരമല്ലേ നമുക്ക് ഓരോന്ന് ചെയ്യാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞ് സമാധാനപ്പെടുത്താനിട്ട് ഭൂമിനെ. ഇതേ സമയത്ത് ഭവാനി വിളിച്ചിട്ട് പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും ആ ലെറ്റർ എൻ്റെ കയ്യിൽ കിട്ടണം, അത് മാത്രമല്ല അവളെ ഇല്ലാതാക്കണം, അത് എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ, അതൊക്കെ ഞാൻ ഏറ്റു മേഡം എന്ന് പറഞ്ഞ കമാലാണെങ്കിൽ പിന്നെയും നമ്മുടെ ഭൂമി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഭൂമിക്ക് തന്നെ മനസ്സിലാകണം തന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടെന്ന്. അത് ഭൂമി അജയോടും പറയുന്നു കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് അജയ് വരുമ്പോഴേക്കും എന്തായി, ഭൂമിജയുടെ അച്ഛൻ്റെ ആ ഒരു കേസ് എന്തായി, എന്തെങ്കിലും പുരോഗമനം ഉണ്ടോ മോനെ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അജയ് പറയുന്നുണ്ട്, പുരോഗമനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ കേസ് എന്തോ ഒരു കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണ്, ഒരു തെളിവുകളും ലഭിക്കുന്നില്ല, അത് മാത്രമല്ല ഒരു ഭൂമിയുടെ അമ്മയല്ല അത് കൊന്നത് എന്ന കാര്യം വ്യക്തമാണ്, പക്ഷേ ഭൂമിയുടെ അമ്മയ്ക്കെതിരാണ് തെളിവുകൾ മുഴുവൻ, അതാണ് കേസിൽ എങ്ങും പിടികിട്ടാത്തത്, എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഭൂമിയുടെ കയ്യിലൊരു ലെറ്റർ ഉണ്ട്, തൻ്റെ അച്ഛൻ എഴുതിയ ആ ഒരു കൈപ്പടയിലുള്ള
ലെറ്ററാണ്. അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അച്യുതനെ ആരോ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടെന്നും അധിക നാൾ അച്യുതന് ആയുസില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുമാത്രമല്ല ഫോറൻസിക് റിപ്പോർട്ടിൽ അച്യുതൻ കുടിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഭൂമിയുടെ അച്ഛൻ കുടിക്കാറുമില്ല. പിന്നെ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്നൊന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സത്യം പറയുന്നുണ്ട് അജയ്, ഈ കേസ് നീ വളരെ ഗൗരവത്തിൽ തന്നെ എടുക്കണം. അത് മാത്രമല്ല പല അടഞ്ഞ വഴികളും തുറന്നു വേണം ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ. കാരണം ഇത് പ്ലാൻ ചെയ്തിട്ടുള്ള മർഡറാണ്, നീ പറയുന്ന ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് മുത്തശ്ശിയും അതുപോലെ തന്നെ അജയുടെ അമ്മയും ഒക്കെ പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും അച്യുതനെ കൊന്ന ആരാണ് അവൻ അനുഭവിക്കുക തന്നെ ചെയ്യും. ഈ ലോകത്ത് അനുഭവിച്ചിട്ടേ അവർ പോകുള്ളൂ. അവൻ്റെ പരമ്പര തന്നെ അനുഭവിക്കും, നോക്കിക്കോ. അത് മാത്രമല്ല ഇങ്ങനെ ഒരാളെ കൊല്ലാനൊക്കെ തോന്നുന്നു. ഈശ്വരൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കല്ലേ, സമാധാനത്തോടുകൂടി അവർ ജീവിക്കില്ല എന്നൊക്കെ ഇങ്ങനെ ശപിക്കാണ് കേട്ടോ. ഇങ്ങനത്തെ ശാപവാക്കുകളൊക്കെ പറയുമ്പോൾ ഭവാനി നിന്ന് ഉരുകുകയാണ്. ഭവാനിക്ക് ഒരു ഭയവും ഒരു ടെൻഷനും ഒക്കെ ആ ഒരു സമയത്ത് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ സത്യം പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും നീ കേസ് തെളിയിക്കണം എന്നൊക്കെ പറയുമ്പോൾ അജയും പറയുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കഠിന പരിശ്രമത്തിലാണ് ഞാൻ. അത് മാത്രമല്ല ആ ഭൂമിയുടെ അമ്മേനെ കാണുമ്പോൾ ഒരു സഹതാപവും സങ്കടമൊക്കെ തോന്നുകയാണ്. ഭൂമിയുടെ അവസ്ഥയാണെങ്കിലും ഇപ്പോൾ അച്ഛനും ഇല്ല അമ്മയില്ല, ആ ഒരു ഇല്ലാത്തൊരവസ്ഥയിലല്ലേ. അതൊക്കെ കാണുമ്പോൾ മനസ്സിനൊരു സുഖമില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ കേസ് തെളിയിക്കണമെന്ന് എൻ്റെയും ആഗ്രഹം വലിച്ച എന്നൊക്കെ പറഞ്ഞിട്ട് അജയും എണീറ്റ് പോകാൻ കേട്ടോ. ഈ സമയത്തായിരിക്കും ഭവാനി വിളിച്ചിട്ട് കമാലിനോട് പറയുന്നത്, എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും നീ ആ ലെറ്റർ പിടിച്ച് വാങ്ങണം എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഭൂമിയോട് അജയ് പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് നല്ലൊരു വക്കീലിനെ ഏർപ്പാടാക്കണം. നല്ലൊരു വക്കീലിനെ ഏർപ്പാടാക്കിയാൽ മാത്രമേ ഇനി കാര്യങ്ങൾ നീങ്ങുകയുള്ളൂ. അതുപോലെ തന്നെ തൻ്റെ അമ്മേനെ പുറത്ത് കൊണ്ടുവരാനും കഴിയുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നല്ലൊരു വക്കീലിനെ ഏർപ്പാടാക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഭൂമിയാണെങ്കിൽ നമ്മുടെ അജയുടെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, ഭൂമിയുടെ ഫ്രണ്ട് ഉണ്ടല്ലോ, ആ ഒരു വക്കീലിനോട് തനിക്ക് ഈ കേസ് ഏറ്റെടുത്തൂടെ, എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് വാദിച്ചൂടെ, എങ്ങനെയെങ്കിലും എൻ്റെ അമ്മേനെ രക്ഷപ്പെടുത്തിക്കൂടെ, എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സഹായമായിരിക്കും അത് മാത്രമല്ല എത്ര ഫീസാണെങ്കിലും ഞാൻ തന്നുകൊള്ളാം എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അതുകൊണ്ടല്ല ഭൂമി, ഞാൻ ഒരു ക്രിമിനൽ കേസുകൾ വാദിക്കാൻ പറ്റുന്ന ലോയറല്ല, അതിന് ക്രിമിനൽ ലോയേഴ്സ് തന്നെ വേണം. അതുകൊണ്ട് താൻ അവരെ പോയെന്ന് സമീപിക്കാൻ ഞാൻ എൻ്റെ പരിചയത്തിലുള്ള നല്ല ലോയേഴ്സിനെ പരിചയപ്പെടുത്താം. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ തനിക്ക് തന്നെ സഹായിക്കാൻ പറ്റുമെന്ന് ഞാൻ എത്ര എഫേർട്ട് എടുത്തുകൊണ്ട് ഞാൻ സഹായിച്ചാണ് എന്നൊക്കെ പറയാനുണ്ടോ. അങ്ങനെ നമ്മുടെ ഭൂമിയാണെങ്കിൽ പല ക്രിമിനൽ ലോയേഴ്സിനെ കാണാൻ പോകുന്നുണ്ട് കേട്ടോ. പക്ഷേ അവരെല്ലാം ഈ കേസ് ഞങ്ങൾ എടുക്കില്ല എന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ ഒരുപാട് വക്കീലന്മാരെ പോയി കാണുന്നുണ്ട്. അങ്ങനെ കേസുകൾ അവർ റിജക്റ്റ് ചെയ്യാൻ കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭവാനിയുടെ ഇടപെടൽ മൂലമായിരിക്കും, ഭവാനിയും കമാലും ഭീഷണിപ്പെടുത്തുന്നത് മൂലമായിരിക്കും പല ഉയർന്ന വക്കീലന്മാർ ക്രിമിനൽ ലോയേഴ്സ് ആണെങ്കിൽ ഈ ഒരു കേസ് ഒഴിവാക്കാൻ കേട്ടോ. ഇങ്ങനെ ഈ ഒരു സങ്കടത്തിൽ ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് അങ്ങനെ വക്കീലന്മാരെല്ലാം ഈ ഒരു കേസ് ഒഴിവാക്കിയ ആ ഒരു വിഷമത്തിൽ സങ്കടപ്പെട്ട് ഭക്ഷണം പോലും കഴിക്കാതെ അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ ഭൂമി. അങ്ങനെ ഭക്ഷണം പോലും കഴിക്കാതെ ഇരിക്കുന്ന ഭൂമിയുടെ ഒരു നെയ്ബർ ഉണ്ടല്ലോ, പുള്ളിക്കാരിയായിരിക്കും ഭൂമിക്ക് എല്ലാ സഹായങ്ങളും കൂടെ നിന്ന് ചെയ്യുന്നത്. അപ്പോൾ ആ നെയ്ബർ വന്നിട്ട് നമ്മുടെ അജയോട് പറയുന്നുണ്ട്, സർ ഭൂമിയാണെങ്കിൽ ഇന്നലെ മുതൽ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, വക്കീലന്മാർ ആരും തന്നെ ഈ കേസ് ഏറ്റെടുക്കുന്നില്ല, അതിൻ്റെ ധർമ്മസങ്കടത്തിലിരിക്കുകയാണ് സർ, എന്തെങ്കിലും വന്ന് ഭൂമിയോടൊന്ന് പറയണം, അവൾ ആകെ വിഷമത്തിലാണ്, അവൾ സ്ട്രോങ് ആയിട്ട് നിന്നാലല്ലേ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ, എപ്പോഴാണ് തളർന്ന് വീഴുന്നതെന്ന് പറയാൻ പറ്റില്ല, ആ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് അജയും ആ ഒരു ഫ്രണ്ടും കൂടെ ഭൂമിയുടെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഇതിന് മുന്നേ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അഞ്ജനയാണെങ്കിൽ കൈയൊക്കെ ഒടിഞ്ഞിരിക്കുകയായിരിക്കുമല്ലോ. ആ ഒരു സമയത്ത് അജയ് ആണെങ്കിൽ സ്റ്റേഷനിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ അജയ് ആ റൂമിൻ്റെ ഡോറ് പാസ് ചെയ്ത് പോകുമ്പോഴേക്കും അഞ്ജനയാണെങ്കിൽ ശബ്ദം ഉണ്ടാക്കുകയാണ്, അമ്മേ ഓ വയ്യേ വേദന എടുക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് ശബ്ദം ഉണ്ടാക്കാനുണ്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ അജയ്ക്ക് മനസ്സിലാകുകയാണ് ഇത് ചുമ്മാ അഭിനയിക്കുന്നതാണെന്ന്. അങ്ങനെ അഞ്ജനയുടെ റൂമിലേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെ ചൈൽഡിഷായിട്ട് പെരുമാറുന്നത്, മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പോയാൽ എത്ര കഷ്ടപ്പാടാണ് നീ പെടുന്നത്, നീ എന്തിനാ ഇങ്ങനെ ഒച്ച വെക്കണം, ഇപ്പം നിനക്ക് എന്താ വേണ്ടതെന്നൊക്കെ പറയുമ്പോൾ, അല്ല ഞാൻ ഇത്ര സുഖമില്ലാതിരുന്നിട്ട് പോലും നീ എനിക്ക് വേണ്ടി ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നില്ലല്ലോ, അതോർക്കുമ്പോഴേ എനിക്ക് സങ്കടം, ഞാൻ നിൻ്റെ ആരാ, അത് നീ പലപ്പോഴും മറന്നു പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ അജയ് പറയുന്നുണ്ട്, നീ എൻ്റെ ആരുമല്ല, നമ്മുടെ വിവാഹ നിശ്ചയമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ, അത് കഴിഞ്ഞിട്ട് നീ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി, നിന്നെ ഞാൻ വിവാഹം കഴിക്കുമെന്ന് പോലും ഉറപ്പില്ല, പിന്നെ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യേണ്ട കാര്യം എന്താ, അത് മാത്രമല്ല ഞാൻ പോലീസ് ഉദ്യോഗസ്ഥനാണ്, എനിക്ക് പല തിരക്കുകളും കാര്യങ്ങളുണ്ട്, അല്ലാതെ ഇവിടെ വന്ന് കിന്നരിച്ചുകൊണ്ട് നിൽക്കലല്ല എൻ്റെ ഡ്യൂട്ടി, അതുകൊണ്ട് മര്യാദയ്ക്ക് നിനക്ക് കൊള്ളാം എന്നൊക്കെ
പറയുമ്പോൾ അഞ്ജന പറയുന്നത് എനിക്ക് നല്ല വിശപ്പുണ്ട് അജയ്, പ്ലീസ് അജയ് എനിക്ക് ഫുഡൊന്നും വാങ്ങിച്ചുകൊണ്ട് തരുമോ, എല്ലാവരും ഭക്ഷണം കഴിക്കായിരിക്കും, നീ എനിക്ക് ഫുഡൊന്നും വാങ്ങിച്ചുകൊണ്ട് തരുമോ, അത് മാത്രം ചെയ്താൽ മതി എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിനും അജയ് ആണെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞ മനസ്സോടെ കിച്ചണിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഡൈനിങ് ഹാളിൽ എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കുമേ. ഈ സമയത്ത് അജയ് പറയുന്നുണ്ട്, അമ്മേ അഞ്ജനയ്ക്കുള്ള ഫുഡ് ഇതാ ഞാൻ കൊണ്ടു കൊടുക്കാമെന്ന് പറയുമ്പോൾ എല്ലാവരും അതിശയത്തോടുകൂടി നോക്കാനുണ്ട്. എന്നിട്ട് എല്ലാവരും പറയുന്നുണ്ട്, കണ്ടോ അവൻ്റെ മാറ്റം കണ്ടോ, അഞ്ജനയ്ക്കുള്ള ഫുഡ് കൊടുക്കാമെന്ന്. നടക്കട്ടെ ഞങ്ങളാരും സ്വർഗത്തിലെ കട്ടുറുമ്പാകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും സന്തോഷിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ. ഭവാനിക്കും ഒത്തിരി സന്തോഷമാകാണ്. അങ്ങനെ ഫുഡും കൊണ്ട് അജയ് ആണെങ്കിൽ റൂമിലേക്ക് പോകുമ്പോൾ എൻ്റെ കൈ വയ്യാതിരിക്കണം, കണ്ടില്ല അജയ്, ഇതൊന്ന് ഫുഡൊന്ന് വാരിത്ത എന്ന് പറയുമ്പം അഞ്ജന നിനക്ക് എന്താ കുഴപ്പം, എന്താ നീ തലേ കയറി നിറങ്ങിലിട്ടോ എന്നൊക്കെ പറയുമ്പോൾ ഭവാനി ഇവിടേക്ക് വരുമ്പോൾ ആൻറ്റി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഇവളുടെ കുട്ടികളെയൊക്കെ മാറ്റണമെന്ന്, എന്നോട് ഈ കുട്ടികളെയും കൊണ്ട് എൻ്റെ അടുക്കലേക്ക് വരരുത്, ഇവളെ വിവാഹം നിശ്ചയം നടക്കാൻ പോകുന്ന ധൈര്യത്തില്ല ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ. ഒരു കാര്യം മനസ്സിലാക്കിച്ചു, വിവാഹ നിശ്ചയമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ, കല്യാണവും കഴിഞ്ഞിട്ടില്ല, അത് കഴിഞ്ഞിട്ട് ഭരിപ്പിക്കാൻ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്കിനും ഭവാനിക്കും ദേഷ്യം വരണം, അഞ്ജനയ്ക്കും ദേഷ്യം വരണം. അഞ്ജന പറഞ്ഞിട്ട്, കണ്ടോ അമ്മ അവൻ പറഞ്ഞിട്ട് പോകുന്നതൊക്കെ, ഇതൊക്കെ കേൾക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യം പറഞ്ഞത്, എൻ്റെ കൺട്രോൾ പോകുന്നത്. കൂൾ ഡൗൺ, നീ ഒന്ന് സമാധാനപ്പെടുക, കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇതിൽ നമുക്ക് ശരിയാക്കാം, ഇത്രയും ചെയ്യാൻ കഴിഞ്ഞാൽ ബാക്കിയാണോ ചെയ്യാൻ കഴിയാത്തത്, നീ ഒന്ന് സമാധാനപ്പെടുക, ആദ്യം നീ നിൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ നോക്ക് എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ ഭവാനിയാണെങ്കിൽ അഞ്ജനയോട് പറയുന്നുണ്ട്, നീ ഒന്ന് ആദ്യം ഒന്ന് അടങ്ങ് എന്നൊക്കെ പറയുകയാണേ. അങ്ങനെ നമ്മുടെ അജയ് തിരികെ ഓഫീസിലേക്ക് പോകുമ്പോഴായിരിക്കും ഭൂമി ഭക്ഷണം കഴിക്കണില്ല എന്ന് പറഞ്ഞിട്ട് ആ നെയ്ബറാണെങ്കിൽ വന്നിട്ട് പരാതി പറയണത്. ആ ഒരു സമയത്ത് നമ്മുടെ അജയ് ആണെങ്കിൽ ഭൂമിയുടെ അടുക്കിലേക്ക് ചെന്നിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫുഡ് കൊടുക്കുമ്പോൾ ഭൂമി അത് വിസമ്മതിക്കാൻ കേട്ടോ, കഴിക്കാൻ തയ്യാറാകുന്നില്ല. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഇറങ്ങുന്നില്ല, എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയുടെയും കാര്യം ഓർത്തിട്ട് എനിക്ക് ഫുഡ് പോയിട്ട് വെള്ളം പോലും കുടിക്കാൻ തോന്നുന്നില്ല, അവരുടെ ഓർമ്മകൾ ഇങ്ങനെ മനസ്സിൽ തങ്ങി നിൽക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും താൻ ഓർക്കണ്ട, തൻ്റെ അമ്മേനെ രക്ഷിക്കണമെന്നല്ല തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, ഇനി തനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ അമ്മേനെ പുറത്ത് കൊണ്ടുവരണമെങ്കിൽ തൻ്റെ എഫേർട്ട് വേണ്ടേ, താൻ സ്ട്രോങ് ആയിട്ട് നിന്നാലല്ലേ തൻ്റെ അമ്മേനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ താനേ ഇങ്ങനെ വീണുപോയാൽ തൻ്റെ അമ്മയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി, അതുകൊണ്ട് താൻ സമാധാനമായിട്ടിരിക്കുക, എന്നിട്ട് ഫുഡ് കഴിക്കുക എന്ന് പറയുമ്പോൾ കഴിക്കുന്നില്ല കേട്ടോ. ആ സമയത്ത് ആ ഒരു കൂട്ടുകാരനുണ്ടല്ലോ പറയുന്നുണ്ട്, എടാ നീ ഭൂമിക്ക് ഭക്ഷണം കൊടുക്ക്, അവളല്ലാതെ കഴിക്കുമെന്ന് തോന്നില്ല എന്ന് പറയുമ്പോൾ ഒരു സ്പൂൺ എടുത്ത് ഭൂമിക്ക് ഭക്ഷണം വാരി കൊടുക്കാൻ നോക്കാൻ കേട്ടോ. ആ ഒരു സമയത്ത് ഭൂമി ഇങ്ങനെ ചിന്തിക്കുകയാണ്. ബനി വന്ന് കിടന്നപ്പോൾ ഭൂമിയുടെ അമ്മയാണെങ്കിൽ ഭക്ഷണം കഴിക്കുമോളെ എന്ന് പറഞ്ഞ് നിർബന്ധിക്കുമ്പോൾ ഭൂമിയാണെങ്കിൽ കഴിക്കാതിരിക്കുകയാണേ. ആ സമയത്ത് നമ്മുടെ അച്ഛൻ വന്നിട്ട് എൻ്റെ മോൾക്ക് ഞാൻ തന്നെ ഭക്ഷണം കൊടുത്തോളാം എന്ന് പറഞ്ഞ് ഭക്ഷണവും മരുന്നൊക്കെ ആയിട്ട് വന്നിട്ട് ഭൂമിക്ക് ഭക്ഷണം വാരി കൊടുക്കുകയാണ്. അങ്ങനെ വിൽക്കുമ്പോൾ വെള്ളമൊക്കെ കൊടുത്ത് ഭൂമിയുടെ വയറ് നിറച്ച് കഴിഞ്ഞിട്ട് ഒരു കൊച്ചുകുട്ടിയെ ട്രീറ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കും കേട്ടോ അച്യുതൻ ഭൂമിയെ ട്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെ മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്യുതൻ്റെ ആ ഒരു ഓർമ്മകളിൽ ആകെ മനസ്സ് ആടി ഉറഞ്ഞ് നിൽക്കുകയായിരിക്കും കേട്ടോ ഭൂമി. അപ്പോൾ ഉടനെ വാരി കൊടുത്തുകൊണ്ടിരിക്കുന്ന അജയ് ചോദിക്കുന്നുണ്ട്, എന്താ പറ്റി, അല്ല എൻ്റെ അച്ഛൻ എനിക്ക് ഫുഡ് തന്നതൊക്കെ ഞാൻ ഓർത്തു പോകുക എന്ന് പറഞ്ഞ് പൊട്ടിക്കരയാൻ കേട്ടോ. അങ്ങനെ സമാധാനിപ്പിക്കാൻ കേട്ടോ അജയ്. അപ്പോൾ ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ട് വരികയാണ് കേട്ടോ അഞ്ജന. അതായത് സ്റ്റേഷനിലേക്ക് പറഞ്ഞ അഞ്ജന കാണുന്നത് നമ്മുടെ ഭൂമിനെ ഊട്ടിക്കൊടുക്കുന്ന അജയിനെ ആയിരിക്കും. അപ്പോൾ തനിക്ക് കൈ വയ്യ, ഒന്ന് വാരി തരുമെന്ന് ചോദിച്ചതിന് വീട്ടിൽ വിപ്ലവം നടത്തിയിട്ട് വന്നിരിക്കുന്ന അജയ് ഇങ്ങനെ ഈ ഒരു ചായക്കടയുടെ മുൻപിൽ എല്ലാവരും കാണുകയെ ആ ഒരു പെണ്ണിന് ഭൂമിക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നത് അഞ്ജനയ്ക്ക് അത്ര സഹിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ലല്ലോ. അങ്ങനെ ദേഷ്യത്തിൽ കലി ഇളകിയായിരിക്കും കേട്ടോ നമ്മുടെ അഞ്ജന തിരികെ വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ ഇതിന് ശേഷം പിന്നീട് കാണിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ പ്രയാസപ്പെട്ട് നമ്മുടെ ഭൂമിയാണെങ്കിൽ അമ്പലത്തിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ രാത്രി ആയിരിക്കുവേ. ആ ഒരു സമയത്ത് അമ്പലത്തിൽ ചെന്നിട്ട് പറയുന്നുണ്ട്, എന്തിനാ ഞങ്ങളെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്, ഞാനും എൻ്റെ അച്ഛനും അമ്മയും നിനക്ക് വേണ്ടുന്ന വഴിപാടുകളും കാര്യങ്ങളും എല്ലാം കൃത്യസമയത്ത് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നില്ലേ, ഞങ്ങൾ ഇവിടെ വന്നിട്ട് എത്രമാത്രം ഞങ്ങളുടെ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, എന്നിട്ട് നീ ഇതെല്ലാം കേട്ട് കണ്ണടച്ചിരിക്കുകയല്ലായിരുന്നു, ഞങ്ങൾ എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നത്, ഞങ്ങൾ എന്ത് കുറവാണ് നിനക്ക് വരുത്തി എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയാൻ കേട്ടോ. എനിക്ക് ആരും ഇല്ലാതാക്കിയപ്പോൾ നിനക്ക് സമാധാനമായില്ലേ, നീ ഇത്ര മനസാക്ഷി ഇല്ലാത്തവരെ പോലെയാണല്ലോ പെരുമാറിയത് എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ ഞാൻ ആരാധിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞ ഭൂമിയാണെങ്കിൽ തൻ്റെ സങ്കടം മുഴുവൻ പറഞ്ഞ് തീർക്കാനിട്ടോ ഭഗവാനോട്. ആ ഒരു സമയത്ത് ഭൂമി പൊട്ടിക്കരയാനുണ്ടോ. എന്നിട്ട് ആ അമ്പലത്തിൻ്റെ നടയിൽ വന്നിരുന്നിട്ട് പറയുന്നുണ്ട്, ആരും ഇല്ലാത്തവർക്ക് ദൈവം കൂട്ടെന്ന് പറയില്ലേ എന്ന് പറയണ പോലെ ഞാൻ ഇന്നിവിടെ അന്തി ഉറങ്ങാം, എനിക്ക് ആരും ഇല്ലല്ലോ ഇപ്പോൾ എന്നിങ്ങനെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കെ. ആ ഒരു സമയത്ത് നമ്മുടെ ഭവാനിയാണെങ്കിൽ ഭൂമിയെ കൊല്ലാൻ വേണ്ടിയിട്ട് ഏർപ്പാടാക്കിയിട്ടുണ്ടായിരിക്കും കമാലിനോട്. അങ്ങനെ കമാലിനോട് പറയുന്നുണ്ട്,
ഭൂമിയെ കൊന്നു എന്നുള്ള വാർത്തയായിരിക്കണം ഇനി ഞാൻ വിളിക്കുമ്പോൾ അറിയേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഏർപ്പാട് ചെയ്യാൻ കേട്ടോ. അങ്ങനെ കമാലാണെങ്കിൽ ഭൂമിയുടെ പിന്നാലെ വന്ന് കഴുത്തിന് ഞെരിച്ചു കൊല്ലാൻ നോക്കുന്ന സമയത്തായിരിക്കും സത്യൻ അതുവഴി വന്നിട്ട് സത്യൻ എടാന്ന് വിളിച്ചിട്ട് കമാലിനെ പിടികൂടിയും അടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഭൂമി പറയുന്നുണ്ട്, ഭൂമി ഇങ്ങനെ ചിന്തിക്കാണ്ട് തന്നെ ഫോളോ ചെയ്ത് വന്നത് ഈ കമാലല്ലേ എന്ന് മനസ്സിലാക്കുകയാണ് കേട്ടോ. അങ്ങനെ ഭൂമി പറയുന്നുണ്ട് അജയ് സാറിനെ വിളിക്കാം, എന്നിട്ട് അജയ് സാറിനോട് പറയാം എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നീ പറഞ്ഞത് കറക്റ്റാണെന്ന് പറഞ്ഞാൽ അജയിനെ ഫോൺ വിളിക്കാൻ നോക്കുമ്പോഴത്തേക്കിനും പെട്ടെന്ന് കമാൽ പറയുന്നുണ്ട്, അയ്യോ സാറേ ചതിക്കല്ലേ സാറേ, പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് കൊണ്ടുപോകല്ലേ സാറേ, ഞാൻ ഈ കുട്ടിയുടെ ചെയിൻ മോഷ്ടിക്കാൻ വേണ്ടി വന്നതാണ്, ഒറ്റയ്ക്കിരിക്കുന്ന കണ്ടപ്പോൾ അത് മോഷ്ടിച്ചെടുക്കാൻ വേണ്ടി വന്നതാണ്, എന്നെ വെറുതെ വിടണം സാറേ, അല്ലാതെ കൊല്ലാനോ ഉപദ്രവിക്കാനോ ഒന്നും വന്നതല്ല, എന്നെ വിട്ടേര് സാർ, ഞാൻ ഇനി പരിസരത്ത് പോലും വരില്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ് കാലി പിടിക്കുമ്പോൾ ഭൂമി പറയണം, അല്ലെങ്കിൽ വിട്ടേര് സാർ, എന്തിനാ വെറുതെ എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ കമാലിനെ വെറുതെ വിടാൻ കേട്ടോ. അങ്ങനെ കമാൽ പോവുകയാണ്. ഈ സമയത്ത് ഭൂമിയും സത്യനും കൂടെ സംസാരിക്കാൻ കേട്ടോ. അങ്ങനെ ഭൂമിയാണെങ്കിൽ ഭൂമി കൂടുതൽ സത്യനോട് അടുക്കുകയാണ്. അങ്ങനെ ഭൂമിയുടെ വാക്കുകളും ഒക്കെ കേട്ടിട്ട് സത്യനും ഭൂമിയുടെ ഒരു ഹേർട്ട് ടച്ചിങ് ഒരു അറ്റാച്ച്മെൻ്റ് ഒക്കെ തോന്നുകയാണ് കേട്ടോ. അങ്ങനെ സത്യൻ ഇങ്ങനെ സംസാരിക്കുകയാണ്, എന്താ മോളെ എന്തിനാ ഇത്ര വിഷമിക്കണേ, കാര്യം ഈശ്വരൻ്റെ ഒരു ഇതുകൊണ്ടല്ലേ എല്ലാം ഇതാകുന്നത്, നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, എനിക്ക് മകളില്ല, എൻ്റെ ഭാര്യ നഷ്ടപ്പെട്ടു, ഇപ്പം നിനക്കാണെങ്കിൽ നിൻ്റെ അച്ഛനും ഇല്ല, നിൻ്റെ കുടുംബം നഷ്ടപ്പെട്ടു, നമ്മൾ തുല്യ ദുഃഖിതരാ, ഒരു കണക്കിന് പറഞ്ഞാലല്ലേ ഈശ്വരൻ അങ്ങനെയാണ്, എല്ലാവരെയും സന്തോഷത്തിൻ്റെ മുൾമുന്നിൽ നിൽക്കുമ്പോൾ എല്ലാം അങ്ങ് നശിപ്പിക്കും അല്ലേ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ എന്നിട്ട് പറയുന്നുണ്ട്, നീ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് നിൻ്റെ അച്ഛനെ പുറത്ത് കൊണ്ടുവരാനില്ലേ, അപ്പോൾ നീ സ്ട്രോങ് ആയിട്ട് നിൽക്കണം, അല്ലാതെ ഇങ്ങനെ കരഞ്ഞു വിളിച്ചിട്ടൊന്നും നിന്നിട്ട് ഒരു കാര്യമില്ല. അത് മാത്രമല്ല, ഇങ്ങനെ രാത്രി കാലങ്ങളിൽ ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് വന്നിരിക്കരുത്, ഇപ്പം തന്നെ കണ്ടില്ലേ മോഷ്ടിക്കാനാണെങ്കിലും ഒരു ഗുണ്ടയല്ലേ വന്നിരിക്കുന്നത്, നിന്നെ ഉപദ്രവിച്ചിട്ട് പോയെങ്കിൽ എന്ത് ചെയ്യും, അതുകൊണ്ട് നീ കെയർഫുൾ ആയിട്ടിരിക്കണം, നിൻ്റെ അച്ഛന് വേണ്ടിയിട്ട് നിൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട്, ഇനി നിൻ്റെ അമ്മേനെ ഒറ്റപ്പെടുത്തരുത് എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ എനിക്കറിയാം സാർ, ഞാൻ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇനി അങ്ങോട്ട് ജീവിക്കുന്നത്, അത് മാത്രമല്ല എൻ്റെ അച്ഛനെ കൊന്ന കൊലയാളിനെ എനിക്ക് പിടികൂടണം, അതിനുവേണ്ടി ഏതറ്റം വരെ ഞാൻ പോകും എന്നൊക്കെ പറയാനുണ്ട്, എൻ്റെ അച്ഛനാണ് എനിക്കെല്ലാം എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. സാറിൻ്റെ മോളും അധികം വൈകാതെ തന്നെ ഭാര്യയും തിരിച്ചു വരിക തന്നെ ചെയ്യും, സാറിന് സന്തോഷമുള്ളൊരു കുടുംബവും കിട്ടും, എനിക്കത് ഉറപ്പാണെന്നൊക്കെ പറഞ്ഞ ഭൂമിയാണെങ്കിൽ സത്യന് ഇങ്ങനെ ഒരു ആത്മവിശ്വാസവും ഒരു സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പറയുന്നുണ്ട്, മോള് വാ ഞാൻ കൊണ്ടാക്കാം, ഇനി ഒറ്റയ്ക്ക് പോകണ്ടെന്ന് പറഞ്ഞ് ഭൂമിയെ വീട്ടിലേക്ക് കൊണ്ടാക്കുകയാണ് കേട്ടോ നമ്മുടെ സത്യൻ. അങ്ങനെ പരസ്പരം അവർ കൂടുതൽ അടുക്കുകയാണ് കേട്ടോ. സത്യനാണെങ്കിലും ഭൂമിയുടെ ഈ ഒരു കേസിന് പിന്നാലെ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ പരിശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഭൂമിയുടെ അമ്മേനെ കൊണ്ടുവരാനൊക്കെ വേണ്ടിയിട്ട് അജയോടും ആത്മാർത്ഥമായിട്ട് തന്നെ ഈ കേസിൽ മുൻകൈ എടുത്ത് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് സത്യം നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ അജയുടെ സഹോദരിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അജയുടെ സഹോദരിയാണെങ്കിൽ അജയ്ക്ക് ഈ വിവാഹത്തോട് താല്പര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഇത് മുടക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അഞ്ജനയോട് ഒരു വൈരാഗ്യ ബുദ്ധിയോടൊക്കെ പെരുമാറുകയും അഞ്ജനനെ എല്ലാവരുടെ മുമ്പിൽ കളിയാക്കുകയും അഞ്ജനനെ കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭവാനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഭവാനി നമ്മുടെ അജയുടെ സഹോദരിനെ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പാക്ക് ചെയ്ത് പറപ്പിക്കുന്നുണ്ട് കേട്ടോ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക്.